Hi all of you. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്താണ് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എന്ന് കണ്ടായിരുന്നല്ലേ. എന്താ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ മിനിമം നമ്പർ ഓഫ് ഇൻഡിപെൻഡന്റ് കോർഡിനേറ്റ്സ് used to describe the motion of a particle or a system of particles. ഇതിനെയാണ് നമ്മൾ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എന്ന് പറഞ്ഞത്. ആൻഡ് ആസ് യു നോ, കൺസ്ട്രൈൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്, സം ലിമിറ്റേഷൻസ് ഇമ്പോസ്ഡ് ഓൺ ദിസ് മോഷൻ. നമ്മൾ നേരത്തെ ഇപ്പോൾ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം 3 ഡയമെൻഷണൽ ആയിരുന്നു എങ്കിൽ, സപ്പോസ് വി ആർ ഇമ്പോസിങ് സം restrictions on the അല്ലെങ്കിൽ limitations on the motion of the object so that it has been restricted to a 2-dimensional motion, then we need only 2 coordinates to describe the motion. Then the degrees of freedom will be lowered to 2 അല്ലേ. 3 ഡയമെൻഷനിൽ മൂവ് ചെയ്തോണ്ടിരിക്കുന്ന ഒരു ഒബ്ജക്റ്റിനെ നമ്മൾ എന്ത് ചെയ്യാണ്, റെസ്ട്രിക്ഷൻസ് ഏർപ്പെടുത്തിയിട്ട് അതിനെ ഒരു 2-ഡയമെൻഷണൽ മോഷനിലേക്ക് റെസ്ട്രിക്ട് ചെയ്യാണ്. അപ്പൊ അന്നേരം 3 ഡയമെൻഷനിൽ ഉപയോഗിച്ചിരുന്ന കോർഡിനേറ്റ്സ് നമുക്ക് അത്രയും വേണ്ട, ഒരെണ്ണം കുറയും. അപ്പൊ അങ്ങനെ നമ്മൾ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം കുറയ്ക്കുന്ന ആ പ്രോസസ്സിനെയാണ് നമ്മൾ കൺസ്ട്രൈൻ എന്ന് പറയുക അല്ലെ. അതായത് ഇപ്പം ഫോർ എക്സാമ്പിൾ, ഒരു ബ്ലാക്ക് ബോർഡിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരുന്ന ഒരു ഉറുമ്പിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, അതിനെ പിടിച്ചിട്ട് നമ്മളൊരു ടൈ ചെയ്തിരിക്കുന്ന ഒരു റോപ്പിന്മേലോ അല്ലെങ്കിൽ ഒരു സ്ട്രിങ്ങിന്മേലോ അതിനെ പിടിച്ചു വിടുകയാണ്. അപ്പൊ ഇപ്പൊ എന്താണ്, അതിന് ആ സ്ട്രിങ്ങിൽ കൂടെ മാത്രമേ സഞ്ചരിക്കാനാവൂ. ആ ഉറുമ്പിന് ബ്ലാക്ക് ബോർഡിലായിരുന്നപ്പോഴത്തേക്ക് അതിന് XY പ്ലെയിനിൽ ട്രാവൽ ചെയ്യാമായിരുന്നു. നോ ഓൺലി 1 കോർഡിനേറ്റ്, ഏതെങ്കിലും ഒരു പോയിന്റ് ഓഫ് സ്ട്രിങ്ങിന് നമ്മൾ ടൈ ചെയ്തിരിക്കുന്ന എൻഡിനെ ഒറിജിനൽ കീപ്പ് ചെയ്താൽ ഇപ്പൊ ആ ഒറിജിനിൽ നിന്നും എത്ര ദൂരം എന്ന് മാത്രമേ നമുക്ക് എന്ത് ചെയ്യേണ്ടതുള്ളൂ, റെപ്രസെന്റേറ്റ് ചെയ്യേണ്ടതുള്ളൂ. അറ്റ് എനി ടൈം ദ മോഷൻ ഓഫ് ദ അല്ലെങ്കിൽ പൊസിഷൻ ഓഫ് ദാറ്റ് ആൻഡ് ക്യാൻ ബി ഡിസ്ക്രൈബ്ഡ്. സോ ദിസ് ഈസ് കോൾഡ് കൺസ്ട്രൈൻ. നമ്മൾ നേരത്തെ പ്ലെയിനിലൂടെ ട്രാവൽ ചെയ്തിരുന്ന 2-ഡയമെൻഷണൽ മോഷനെ നമ്മൾ ഇതിനെ സ്ട്രിങ്ങിലേക്ക് വിടുമ്പോൾ ദാറ്റ് വിൽ ബി ലോവർ ടു എ 1-ഡയമെൻഷണൽ മോഷൻ. So that is what is constraint. അപ്പോൾ കൺസ്ട്രൈൻഡ് മോഷൻ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ഇപ്പൊ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലായി. ഈ കൺസ്ട്രൈൻസിന് അതിനെ നമ്മൾ എങ്ങനെ റെപ്രസെന്റേറ്റ് ചെയ്യുന്നു എന്നതിന്റെ രീതി അനുസരിച്ച്, ദ ഇക്വേഷൻസ് ഓഫ് കൺസ്ട്രൈൻസ്, ദ ഫോം ഓഫ് ഇക്വേഷൻസ് ഓഫ് കൺസ്ട്രൈൻസ്, അതിനനുസരിച്ച് നമ്മൾ ഈ കൺസ്ട്രൈൻസിനെ മെയിൻലി 4ആയിട്ട് ഡിവൈഡ് ചെയ്യും. ഹോളോണോമിക് കൺസ്ട്രൈന്റ്, നോൺ-ഹോളോണോമിക് കൺസ്ട്രൈന്റ്, റിനോണോമസ് കൺസ്ട്രൈന്റ് ആൻഡ് സ്ക്ലീറോണോമസ് കൺസ്ട്രൈന്റ് എന്നിങ്ങനെ 4ആയിട്ട് നമ്മൾ ഇതിനെ ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ഹോളോണോമിക്, നോൺ-ഹോളോണോമിക്, സ്ക്ലീറോണോമസ് ആൻഡ് റിനോണോമസ് ആൻഡ് സ്ക്ലീറോണോമസ് കൺസ്ട്രൈന്റ്. അത് കഴിഞ്ഞിട്ട് ചെറിയ ഒരു ഡിവിഷനും കൂടെ ഉണ്ട്, കൺസർവേറ്റീവ് ആൻഡ് ഡിസിപ്പേറ്റീവ്. ഓക്കെ, ദിസ് ക്വസ്റ്റ്യൻസ് ക്യാൻ ബി ആസ്ഡ്. 4 മാർക്കിനും ചോദിക്കാം, 2 മാർക്സിനും ചോദിക്കാം. വാട്ട് ആർ ദ ടൈപ്സ് ഓഫ് കൺസ്ട്രൈന്റ്, എക്സ്പ്ലെയിൻ വാട്ട് ഈസ് ഹോളോണോമിക് കൺസ്ട്രൈന്റ് ഓർ നോൺ ഹോളോണോമിക് കൺസ്ട്രൈന്റ് എന്ന് 1 മാർക്കിന് വേണമെങ്കിൽ ഹോളോണോമിക് കൺസ്ട്രൈന്റും നോൺ ഹോളോണോമിക്കും ഒക്കെ ചോദിക്കാം. ഒരു ഇക്വേഷൻ തന്നിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ പറയാം, ഇത് ഹോളോണോമിക് ആണോ നോൺ ഹോളോണോമിക് ആണോ സ്ക്ലീറോണോമസ് ആണോ എന്നൊക്കെ നമുക്ക് ഇക്വേഷൻസ് ഐഡന്റിഫൈ ചെയ്യാനും നമുക്ക് ചോദിക്കാവുന്നതാണ്. സോ ഇങ്ങനെ നമുക്ക് അതിന്റെ ഡിവിഷന് ഇലോബറേറ്റ് ആയിട്ട് പഠിക്കുകയും പിന്നെ അതിന്റെ 1-2 എക്സാമ്പിൾസ് നോക്കുകയും വേണം. ഓക്കെ, സോ ഫസ്റ്റ് ഓഫ് ഓൾ, വാട്ട് ഈസ് ഹോളോണോമിക് കൺസ്ട്രൈന്റ്? എന്താണ് ഹോളോണോമിക് കൺസ്ട്രൈന്റ് എന്ന് നമുക്ക് നോക്കാം. ഹോളോണോമിക് കൺസ്ട്രൈന്റ് എന്ന് പറഞ്ഞാൽ ഒരു പാർട്ടിക്കിള് നമുക്ക് ഒരു സർക്കംഫറൻസ് ഓഫ് എ സർക്കിളില് ആണ് മൂവ് ചെയ്യാനായിട്ട് ഒബേ ചെയ്തിരിക്കുന്നതെന്ന് വിചാരിക്കുക. സോ ഇറ്റ് ഈസ് എ 2-ഡയമെൻഷണൽ മോഷൻ അല്ലെ. ഒരു സർക്കിളിലൂടെ സഞ്ചരിക്കാൻ ആവശ്യപ്പെട്ടാൽ ഇറ്റ് ഈസ് എ എന്താണ്, 2-ഡയമെൻഷണൽ മോഷനാണ്.
അല്ലേ? So it is a two-dimensional motion. അത് ഒരു കോർഡിനേറ്റ് മാത്രമേ നമുക്ക് വേണ്ടി, ഏതാ വൺ കോർഡിനേറ്റ്? ഇപ്പൊ ജനറലൈസ്ഡ് കോർഡിനേറ്റിന് നമ്മൾ Q1 എന്ന് എടുത്താൽ only theta is sufficient to describe the motion of a particle which move along the circumference of the circle. ഒരു സർക്കംഫറൻസ് ഓഫ് ദ സർക്കിളിലേക്ക് മൂവ് ചെയ്യുന്ന ഒരു ഒബ്ജക്റ്റിന്റെ പൊസിഷനെ ഡിസ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരൊറ്റ കോർഡിനേറ്റ് വേണ്ടി. നമ്മൾ ആ സർക്കിളിന്റെ ഒറിജിനെ O എന്ന് കീപ്പ് ചെയ്ത് ഹൊറിസോണ്ടൽ ആക്സിസ് മിഡ് പോയിന്റിലൂടെ കടന്നു പോകുന്ന ഡയമീറ്റർ നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ആ ഡയമീറ്ററിൽ നിന്നും എത്ര ആംഗിൾ ദൂരെയാണ് ഈ ഇപ്പോഴുള്ള പൊസിഷൻ എന്ന് നമുക്ക് ഡിസ്ക്രൈബ് ചെയ്യാവുന്നതേ ഉള്ളൂ, അല്ലെ? അപ്പൊ ഒരൊറ്റ കോർഡിനേറ്റ് മതി. Q1 = θ എന്ന് പറയുന്ന ഒരൊറ്റ കോർഡിനേറ്റ് മതി. അവിടുത്തെ കൺസ്ട്രൈൻ എന്താണ്? The position of the object from the center of the circle is always a constant, that is the radius of the circle. മനസ്സിലായോ? അവിടുത്തെ കൺസ്ട്രൈൻ ഇതാണ്. എപ്പോഴും ആ ഒബ്ജക്റ്റിന്റെ പൊസിഷൻ എന്ന് പറയുന്നത് സെന്ററിൽ നിന്നും ഒരു പർട്ടിക്കുലർ ഡിസ്റ്റൻസ് അകലത്തിലായിരിക്കും എപ്പോഴും. അതതിന്റെ റേഡിയസ് ആണ്. കാരണം സർക്കിളിന്റെ സർക്കംഫറൻസിലൂടെ ട്രാവൽ ചെയ്യുമ്പോൾ മിഡ് പോയിന്റിൽ നിന്നുള്ള സെന്ററിൽ നിന്നുള്ള ദൂരം എന്ന് പറയുന്നത് it is the radius of the circle which will remain constant always. So that is the constraint imposed on such a motion. ആ മോഷനില് constraint എന്ന് പറയുന്നത് അതാണ്. So constraint can be expressed by the equation r is equal to a. മനസ്സിലായോ? r എന്ന് പറയുന്നത് അതിന്റെ റേഡിയസ് ആണ്. അപ്പൊ r ഈക്വൽ ടു a എന്ന് പറയുന്നതാണ് അതിന്റെ കൺസ്ട്രൈൻ. ഇത് മോഷനെ ഡിസ്ക്രൈബ് ചെയ്യുന്ന ഇക്വേഷൻ അല്ല. പലപ്പോഴും തെറ്റിച്ചെഴുതുന്നുണ്ട്. ദ മോഷൻ ക്യാൻ ബി ഇൻ എ ഹോളോണോമിക് കൺസ്ട്രെയിൻ, ദ മോഷൻ ക്യാൻ ബി ഡിസ്ക്രൈബ്ഡ് എന്ന് പറഞ്ഞെഴുതും. മോഷൻ അല്ല, ഇറ്റ് ഈസ് ദ കൺസ്ട്രൈൻറ്റ് ഈസ് ഡിസ്ക്രൈബ്ഡ് ആസ് എന്താണ്? ഇക്വേഷൻ ഓഫ് കൺസ്ട്രൈൻ ആണത്. r is equal to a or a ഇപ്പുറത്തേക്ക് വരുമ്പോൾ r minus a is equal to 0. This equation expresses the constraint for a particle in a circular motion. Similarly, ഇതേ സംഭവം നമ്മളൊരു 3 ഡയമെൻഷനിലാണ് എങ്കിൽ എന്തായിരിക്കും? ഒരു സർഫസ് ഓഫ് എ സ്ഫിയറിൽ, അല്ലെ? 3 ഡയമെൻഷനല്ല, 2 ഡയമെൻഷനിലാണ് എങ്കിൽ സർഫസ് ഓഫ് എ സ്ഫിയറിലാണ് കൺസ്ട്രൈൻഡ് ടു മൂവ് എന്ന് നമ്മളൊരു കൺസ്ട്രൈൻ കൊടുത്താൽ, അതായത് ഈ സർക്കിളിന്റെ സർഫസിലിരിക്കുന്ന പിന്നെ സർക്കിളിന്റെ സർക്കംഫറൻസിലേക്ക് മൂവ് ചെയ്യുന്ന ആ പാർട്ടിക്കിളിനെ നമ്മളിപ്പോ ഇറ്റ് ഈസ് അലൗഡ് ടു മൂവ് ഓൺ ദ സർഫസ് ഓഫ് എ സ്ഫിയർ. ഒരു സ്ഫിയറിന്റെ സർഫസിലേക്ക് നമ്മൾ അതിനെ പിടിച്ചിടുകയാണ്. അപ്പൊ നമുക്കറിയാം ഈ സ്ഫെറിക്കൽ പോളാർ കോർഡിനേറ്റ്സ് എന്ന് പറയുന്നത് അത് 2 ഡയമെൻഷനല്ല, 3 ഡയമെൻഷനിൽ തന്നെയാണ്. മോഷൻ എന്ന് പറയുന്നത് കോർഡിനേറ്റ്സ് ആറും തീറ്റയും 5 ആണ്, അല്ലെ? പക്ഷെ അഗെയിൻ ഇവിടെ r എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആണ്. ദാറ്റ് ഈസ് എ കൺസ്ട്രൈന്റ് ആൻഡ് ഓൺലി ദ കോർഡിനേറ്റ് വി നീഡ് ടു ഡിസ്ക്രൈബ് ദ മോഷൻ മോഷൻ r തീറ്റ ആൻഡ് 5. അപ്പൊ ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്ന ആകപ്പാടെ 2 കോർഡിനേറ്റ്സ് എന്തൊക്കെയാണ്? ജനറലൈസ്ഡ് കോർഡിനേറ്റ് Q1 = θ and Q2 = 5 are 2 independent coordinates used for describing this problem. Okay. Again, the constraint can be represented as r is equal to a, just like before. അപ്പൊ ഇവിടെയും നമുക്ക് വേണ്ട എന്താണ്? 2 കോർഡിനേറ്റ് തീറ്റയും 5. തീറ്റ എന്താണ്? തീറ്റ ഇസഡ് ആക്സിസുമായിട്ട് മേക്ക് ചെയ്യുന്ന പൊസിഷൻ മേക്ക് ചെയ്യുന്ന ആംഗിളും, പിന്നെ 5 എന്താണ്? ഈ പൊസിഷൻ വെക്ടർ XY പ്ലെയിനിലേക്ക് പ്രൊജക്ട് ചെയ്യുമ്പോൾ അത് ആ പ്രൊജക്ഷൻ X ആക്സിസുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിളാണ് 5. സോ ഫസ്റ്റ് കേസിൽ സർക്കംഫറൻസിലാണെങ്കിൽ ഒരു കോർഡിനേറ്റ് മതിയായിരുന്നു അതിനെ ഡിസ്ക്രൈബ് ചെയ്യാൻ. സോ ദ ഡിഗ്രി ഓഫ് ഫ്രീഡം ഈസ് 1. ആൻഡ് ഇൻ ദ കേസ് ഓഫ് സെക്കൻഡ് കേസ്, ദ മോഷൻ on the surface of a sphere, the degrees of freedom is 2 because we need 2 coordinates there to describe the motion. മനസ്സിലായോ? സോ എന്താണ് ഹോളോണോമിക് കൺസ്ട്രെയിന്റ് എന്ന് ഒറ്റ സെന്റൻസിൽ എഴുതാൻ 1 മാർക്കിന് ചോദിച്ചാൽ, the constraint present in the system of n particle is said to be holonomic if it can be expressed in the form of equation f of
R1, R2, etc. t is equal to 0. So the constraint should be a function of position and time, which is equal to 0. ഇങ്ങനെ equality 0 equate ചെയ്ത് നമ്മളൊരു equation എഴുതാൻ നമുക്ക് കഴിഞ്ഞാൽ that constraint is represented as a holonomic constraint. So if for 1 mark what is called holonomic constraint എന്ന് ചോദിച്ചാൽ, the constraint present in the system of motion of n particles, and if the constraint can be represented in the form of equation f of r1, r2, etc. up to t. അത് എത്ര പൊസിഷൻ വരെ പോവും? ക്യാപിറ്റൽ N നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ആയതുകൊണ്ട് R1, R2, R3, etc. അപ് ടു Rn വരെ പോകും. പിന്നെ എന്താണ്, ടൈമിന്റെ ഒരു ഫംഗ്ഷനും കൂടെ ആയിരിക്കണം ഈ കൺസ്ട്രൈനിന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അങ്ങനെ കൺസ്ട്രൈനിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് എപ്പോഴും എഫ് എന്ന് പറയുന്നത് പൊസിഷന്റെയും ടൈമിന്റെയും ഒരു ഫംഗ്ഷൻ ആയിരിക്കണം. ആൻഡ് ഇറ്റ് ക്യാൻ റിട്ടൺ ഇൻ ദ ഫോം f of rt is equal to 0. Then it is called a holonomic constraint. Suppose നമുക്കറിയാം m number of constraints നമ്മൾ ഈ ക്യാപിറ്റൽ N പാർട്ടിക്കിൾ സിസ്റ്റത്തിനകത്തേക്ക് ഇമ്പോസ് ചെയ്തു എന്ന് കരുതുക. എത്ര? m number of constraints are imposed on capital N particle system. Then the number of degrees of freedom, m ആണ് നമ്മൾ ഇതിനകത്തേക്ക് ഇമ്പോസ് ചെയ്തെങ്കിൽ നമുക്ക് 3n നമ്പർ ഓഫ് n പാർട്ടിക്കിൾ സിസ്റ്റം ആയതുകൊണ്ട് 3 ഡയമെൻഷണൽ മോഷൻ ആണെങ്കിൽ വി നീഡ് 3n പാർട്ടിക്കിൾ കോർഡിനേറ്റ്സ് അല്ലേ ടു ഡിസ്ക്രൈബ് ദ പാർട്ടിക്കിൾ മോഷൻ ഓഫ് ദ പാർട്ടിക്കിൾസ്. ക്യാപിറ്റൽ N നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ഉണ്ട്, അതൊരു 3 ഡയമെൻഷണൽ മോഷൻ ആണ് എങ്കിൽ 3n number of independent coordinates are needed to describe the motion. Then if we impose m number of constraints, now the degrees of freedom will be reduced to 3n minus m. Suppose it be small letter n. അങ്ങനെയാണെങ്കിൽ നമുക്ക് സ്മോൾ n ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ആണ് ഉള്ളത്. ഓക്കെ, ഇവിടെ നമ്മൾ ഈ ജനറലൈസ്ഡ് കോർഡിനേറ്റ്സിന് Q1, Q2, എക്സെട്ര Qn എന്നാണ് റെപ്രസെന്റേറ്റ് ചെയ്യുക. നേരത്തെ ആസ് വി സെഡ് ഏർലിയർ, ഈ Q1, Q2, Qn എപ്പോഴും എന്താകണമെന്നില്ല, പൊസിഷന്റെ ഡയമെൻഷൻ ആകണമെന്നില്ല. ഇറ്റ് ക്യാൻ ബി ഡയമെൻഷൻ ഓഫ് മൊമെന്റം, ഇറ്റ് ക്യാൻ ബി ഡയമെൻഷൻ ഓഫ് വെലോസിറ്റി, ഓർ ഇറ്റ് ക്യാൻ ബി ഡയമെൻഷൻ ഓഫ് പൊസിഷൻ ഇറ്റ്സെൽഫ്. ഓക്കെ, അപ്പൊ ഇങ്ങനെയുള്ള ഇൻഡിപെൻഡന്റ് വേരിയബിൾസിനെ ആണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ദേ ആർ റെഫേർഡ് ആസ് ജനറലൈസ്ഡ് കോർഡിനേറ്റ്സ്. അണ്ടർസ്റ്റാൻഡ്? അപ്പൊ വേറൊരു ക്വസ്റ്റ്യൻ ചോദിക്കാം, വാട്ട് ആർ സൂപ്പർഫ്ലൂവസ് കോർഡിനേറ്റ്സ് ഓർ റിഡൻഡന്റ് കോർഡിനേറ്റ്സ്? എന്താണ് സൂപ്പർഫ്ലൂവസ് അല്ലെങ്കിൽ റിഡൻഡന്റ് കോർഡിനേറ്റ്സ് എന്ന് പറഞ്ഞാല് നമുക്ക് ഒരു 3 ഡയമെൻഷണൽ മോഷൻ ആണെങ്കിൽ കൂടി ചിലപ്പോൾ 2 കോർഡിനേറ്റ്സിന് നമുക്ക് കോൺസ്റ്റന്റ് ആയിട്ട് വരും, അല്ലെങ്കിൽ അവ പിന്നെ നമ്മൾ ഏർപ്പെടുത്തിയ ഒരു ലിമിറ്റേഷൻസ് അല്ലെങ്കിൽ കൺസ്ട്രൈൻഡ് ആയിട്ട് വന്നാൽ ആ 3 ഡയമെൻഷണൽ ആണെങ്കിൽ കൂടി വി നീഡ് ഓൺലി 1 കോർഡിനേറ്റ് ഫോർ ദ ഡിസ്ക്രിപ്ഷൻ ഓഫ് മോഷൻ. ദെൻ ദോസ് 2 കോർഡിനേറ്റ്സ് വിച്ച് we have avoided there are said to be redundant or superfluous coordinate. ഇതൊരു എക്സാമ്പിൾ വെച്ച് പറയുകയാണെങ്കിൽ, ഒരു ബോഡിയെ നമ്മൾ വെർട്ടിക്കലി അപ്വേർഡ് എറിയാണ്. ഓക്കെ, നമ്മൾ ഒരു ബോളാണെന്ന് വിചാരിക്കുക, നമ്മൾ വെർട്ടിക്കലായിട്ട് അപ്വേർഡായിട്ട് എറിയുന്നു. അപ്പൊ സ്പേസിലാണ് മോഷൻ എങ്കിലും ഇപ്പൊ y ആക്സിസിന് പാരലായിട്ട് മാത്രമാണ് വെർട്ടിക്കലി അപ്വേർഡ് ആയതുകൊണ്ട് അത് മൂവ് ചെയ്യുക. അപ്പൊ സ്പേസിലെ മോഷൻ ആയതുകൊണ്ട് തന്നെ നമ്മൾ 3 ഡയമെൻഷണൽ ആണെന്ന് അങ്ങ് എന്ത് ചെയ്യും, ജനറലൈസ് ചെയ്യും. ബട്ട് വി ഡോണ്ട് വാണ്ട് ദിസ് എക്സ് ആൻഡ് ഇസഡ് കോർഡിനേറ്റ് ബിക്കോസ് ദ മോഷൻ ഈസ് അലോങ് ഓൺലി y ആക്സിസ്. ആൻഡ് there the equation can be represented as y is equal to ut plus half at square എന്നുള്ള ഫോമില് v0t minus half gt square എന്ന് നമുക്ക് ഫ്രീലി ഫോളിംഗ് ബോഡി അല്ലെങ്കിൽ വെർട്ടിക്കലി അപ്വേർഡ് ആയിട്ട് മൂവ് ചെയ്യുന്ന ബോഡിക്ക് ഇക്വേഷൻസ് നമുക്ക് എഴുതാം.
ഓക്കെ. അപ്പോൾ നമുക്ക് ഡിഫറെന്റ് ടൈം കൊടുക്കുമ്പോൾ നമുക്ക് y ആക്സിസിന് മാത്രമേ അവിടെ കോർഡിനേറ്റിന് ചേഞ്ച് വരുന്നുള്ളൂ. എക്സ് ആൻഡ് ഇസഡ് ആക്സിസ് റിമെയിൻസ് ദ സെയിം. അതില്ലാന്ന് തന്നെ പറയാം. x = 0 ആൻഡ് z = 0. അങ്ങനെയുള്ള എക്സിനെ ഇസഡിനെ നമുക്കൊരു സൂപ്പർഫ്ലൂവസ് കോർഡിനേറ്റ് അല്ലെങ്കിൽ റിഡൻഡന്റ് കോർഡിനേറ്റ്സ് എന്ന് വിളിക്കാം. ഓക്കെ. we need only one generalized coordinate here, that is q is equal to y. Understand? Ini, what do you mean by non-holonomic constraint? As we said earlier, എന്താണ് ഹോളോണോമിക് കൺസ്ട്രൈന്റ് നമ്മൾ പറഞ്ഞപ്പോൾ അടുത്ത് നോൺ ഹോളോണോമിക് കൺസ്ട്രൈൻസും കൂടെ അതിന്റെ കൂടെ നമ്മൾ പറഞ്ഞായിരുന്നു. എന്താണ് നോൺ ഹോളോണോമിക്? നമ്മൾ ഇക്വേഷൻ ഓഫ് കൺസ്ട്രൈന്റ് ക്യാൻ ബി റെപ്രസെന്റഡ് ഇൻ ദ ഫോം എഫ് ഓഫ് r1 r2 r3 എക്സെട്ര t is equal to 0 ആണ് എങ്കിൽ ഹോളോണോമിക് ആണെന്ന് പറഞ്ഞു. അവിടെ ഈക്വാളിറ്റി എന്ന് പറയുന്ന ഒരു സൈൻ ഉണ്ടായിരുന്നു, ഈക്വൽ ടു 0. ബട്ട് ഇൻ ദ കേസ് ഓഫ് നോൺ ഹോളോണോമിക് കൺസ്ട്രൈന്റ് ഇവിടെ നമ്മൾ നോൺ ഇക്വാളിറ്റി, അതായത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ഓർ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്നുള്ള രീതിയിൽ കൺസ്ട്രൈന്റിനെ നമുക്ക് റെപ്രസെന്റേറ്റ് ചെയ്യാമെങ്കിൽ അതിനെയാണ് നമ്മൾ നോൺ ഹോളോണോമിക് കൺസ്ട്രൈന്റ് എന്ന് വിളിക്കുന്നത്. മനസ്സിലായോ? If a constraint is said to be non-holonomic, then it should be expressed in the form modulus of r is greater than or equal to a or r minus a is greater than or equal to a. ഇങ്ങനെ ഒരു നോൺ ഇക്വാളിറ്റി ആണ് നമ്മൾ കൺസ്ട്രൈന്റിനെ എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുകയാണ് എങ്കിൽ അതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക? നോൺ ഹോളോണോമിക് എന്ന് വിളിക്കുക. ഇതിന് എക്സാമ്പിൾ പറഞ്ഞാൽ ഗ്യാസ് മോളിക്യൂൾസ് കണ്ടെയ്ൻഡ് ഇൻ എ എക്സാമ്പിൾസ്. ഫസ്റ്റ് എക്സാമ്പിൾ എന്ന് പറയുന്നത് ഒരു സ്ഫിയറിലൂടെ മൂവ് ചെയ്യുന്ന, സ്ഫിയറിന്റെ സർഫസിലൂടെ മൂവ് ചെയ്യുന്ന ഒരു ഒബ്ജക്റ്റ്. മോഷൻ ഓഫ് എ പാർട്ടിക്കിൾ പ്ലേസ്ഡ് ഓൺ ദ സർഫസ് ഓഫ് എ സ്ഫിയർ ഓഫ് റേഡിയസ് a. അതിനെ നമുക്ക് എങ്ങനെ റെപ്രസെന്റേറ്റ് ചെയ്യാം? അത് സർഫസിലൂടെ പോകാം, അത് കഴിഞ്ഞ് കുറച്ചുകൂടെ സർഫസിന് മുകളിലാകാം, അല്ലെ? അപ്പോൾ ആ റേഡിയസ് എന്ന് പറയുന്നത് സർഫസിലൂടെയാണ് എങ്കിൽ ഇറ്റ് ഈസ് ഈക്വൽ ടു എ, അത് ഹോളോണോമിക്കലി വരും. പക്ഷെ സപ്പോസ് അതൊരു എബോവ് ആയിട്ട് പിന്നെ ഈ സർഫസിലേക്ക് പോകുമ്പോൾ സ്ലിപ്പ് ചെയ്ത് അത് താഴേക്ക് പോവുകയാണ് എങ്കിൽ ഇറ്റ് ഷുഡ് ബി ഗ്രേറ്റർ ദാൻ എ, അല്ലെ? ആ റേഡിയസിന് മുകളിലാവാം. മനസ്സിലായോ? ദ പാർട്ടിക്കിൾ വിൽ ഫസ്റ്റ് സ്ലൈഡ് ഡൗൺ ദ സർഫസ് ആൻഡ് ദെൻ ഫോൾ ഓഫ്, അല്ലെ? സ്ഫിയറിലൂടെ പോകുമ്പോൾ അത് നേരെ വന്നിട്ട് കുറച്ച് കഴിയുമ്പോൾ അതിന്റെ കർവിലീനിയർ ഇത് വെച്ചിട്ട് ഇറ്റ് വിൽ ഫോളോ, താഴേക്ക് വരും. ഒരു സർക്കിളിന്റെ സർഫസിലേക്ക് സഞ്ചരിക്കുന്ന ഓബ്ജക്റ്റ് അതിന്റെ കർവ് കൂടുന്നതനുസരിച്ച് എന്ത് ചെയ്യും? ഇറ്റ് വിൽ മൂവ് ഡൗൺ. അപ്പൊ അങ്ങനെ വരുമ്പോൾ ആർ വിൽ ബി ഗ്രേറ്റർ ദാൻ എ. ഓക്കെ, സോ ഇറ്റ് ക്യാൻ ബി എക്സ്പ്രസ്ഡ് ആസ് ആർ മൈനസ് എ ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. എഗെയിൻ ഒരു ഗ്യാസ് മോളിക്യൂൾസിനെ നമ്മളൊരു സ്ഫിയറിക്കൽ കണ്ടെയ്നറിലാണ് അടയ്ക്കാനായിട്ട് തീരുമാനിച്ചാൽ ദാറ്റ് ഈസ് ഓൾസോ എ കൺസ്ട്രൈന്റ്. ഗ്യാസ് മോളിക്യൂൾസിനെ ആ സ്ഫിയറിക്കൽ കണ്ടെയ്നറിനകത്ത് തന്നെ ട്രാവൽ ചെയ്യണം എന്നുള്ളത് ഒരു കൺസ്ട്രൈന്റ് ആണ്. അപ്പൊ അങ്ങനെ ഒരു കൺസ്ട്രൈന്റ് ഇമ്പോസ് ചെയ്യുമ്പോൾ ഗ്യാസ് പാർട്ടിക്കിൾസിനെ നമുക്ക് ഒരിക്കലും നീ ആ വാളിൽ മാത്രം തട്ടി സഞ്ചരിക്കാവെന്ന് പറയാൻ പറ്റില്ല. ഇറ്റ് ക്യാൻ മൂവ് ഇൻസൈഡ് ദ കണ്ടെയ്നർ എനിവെയർ. അപ്പൊ അതിന്റെ റേഡിയസ് എ ആണ് എങ്കിൽ ഈ പൊസിഷൻ ക്യാൻ ബി അറ്റ് എനി ടൈം ലെസ് ദാൻ എ ഓർ ഈക്വൽ ടു എ. ഇറ്റ് കനോട്ട് ബി ഗ്രേറ്റർ ദാൻ എ ബിക്കോസ് അതൊരു കണ്ടെയ്നറിനകത്ത് അടച്ചു വെച്ചേക്കാണ്. സോ ഇവിടെ ഗ്രേറ്റർ ദാൻ എ വന്നുവെങ്കിൽ ഇവിടെ എന്താണ്? ലെസ് ദാൻ ഓർ ഈക്വൽ ടു എ ആയിരിക്കും. സോ ആർ മൈനസ് എ ഈസ് ഈക്വൽ ടു എ ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0. So this is also an example of non-holonomic constraint. Again, constraint can be divided into rhizonomous and scleronomous. വേറൊന്നുമില്ല, റിനോമസ് ആണ് എങ്കിൽ അത് ടൈം ഡിപ്പെൻഡ് ചെയ്യുന്ന വേരിയബിൾ ആയിരിക്കും. അല്ല സ്ക്ലെറോണോമസിലാണ് എങ്കിൽ ദേ ആർ നോട്ട് എക്സ്പ്ലിസിറ്റീവ്ലി ഡിപ്പെൻഡ് ഓൺ ടൈം. ഇത് തന്നെയാണ്. ഇപ്പൊ ടൈമിന്റെ ഫംഗ്ഷൻ ആണെങ്കിൽ വി ക്യാൻ consider it as a rhizonomous constraint. ടൈമിന്റെ ഫംഗ്ഷൻ അല്ല എങ്കിൽ സ്ക്ലെറോണോമസ് ഫംഗ്ഷൻ constraint. Again, it can be considered as conservative or dissipative constraint. Conservative എന്ന് പറഞ്ഞാൽ ടോട്ടൽ മെക്കാനിക്കൽ എനർജി ഓഫ് ദ സിസ്റ്റം ഇസ് കൺസേർവ്. ഓർ ഡിസിപ്പേറ്റീവ് എന്ന് പറഞ്ഞാൽ ഫോഴ്സ് എന്താണ്
ഡിസിപ്പേറ്റീവ് ആണെങ്കിൽ കൺസ്ട്രൈൻഡ് ഫോഴ്സ് ഡു നോട്ട് ഡു എ വർക്ക്. Constraint force which do work and the total mechanical energy conserved അല്ല എങ്കിൽ it can be dissipative. Dissipative എന്ന് പറയുമ്പോൾ തന്നെ ആ വാക്കിന് അർത്ഥം അറിയാം അല്ലെ, കുറച്ച് ഡിസിപ്പേറ്റ് ചെയ്ത് പോകുന്നു എന്നാണ് അർത്ഥം. അതായത് ചില കൺസ്ട്രെയിന്റ് ഫോഴ്സസിന് ഒരു വർക്ക് ചെയ്യാനുള്ള കഴിവ് കാണും. അപ്പോൾ അതിനകത്ത് ഫോഴ്സ് കൺസർവേറ്റീവ് ആയിരിക്കില്ല. കൺസർവേറ്റീവ് എന്ന് പറഞ്ഞാൽ മെക്കാനിക്കൽ എനർജി ടോട്ടലായിട്ട് കൺസർവ് ചെയ്യുക, അതായത് അതിന് എന്ത് ചെയ്യാനുള്ള കഴിവില്ല. ദാറ്റ് ദോസ് ഫോഴ്സ് കനോട്ട് ഡു എനി യൂസ്ഫുൾ വർക്ക്. ഓക്കെ, ഈ റിനോണോമിക് കൺസ്ട്രെയിൻസ് ജനറലി ഡിസിപ്പേറ്റീവ് ആയിരിക്കും. ഇനി നമുക്ക് ഹോളോണോമിക് ആൻഡ് നോൺ ഹോളോണോമിക് കൺസ്ട്രെയിൻസിന്റെ കുറച്ച് എക്സാമ്പിൾസ് ആണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, ഇങ്ങോട്ട് നോക്കിയേ. റിജിഡ് ബോഡി എന്ന് പറഞ്ഞാൽ എന്താ? ഇപ്പോൾ ഒരു നമ്മൾ ഒരു പൗഡർ ടിൻ എടുത്തു, അല്ലെങ്കിൽ ഒരു എന്താണ്, ഒരു റബ്ബർ കൊണ്ടുള്ള ഒരു ഒബ്ജക്റ്റ്, റബ്ബർ വേണ്ട, നമ്മളൊരു പ്ലാസ്റ്റിക് കൊണ്ടൊരു ഒബ്ജക്റ്റ് എടുത്തു, ഒരു സോളിഡ് ആയിട്ടുള്ള ഒരു ഒബ്ജക്റ്റ് എടുത്തു എന്ന് വിചാരിക്കാം, അല്ലെങ്കിൽ ഒരു സ്റ്റോൺ എടുത്തു എന്ന് വിചാരിക്കാം. ആ സ്റ്റോണിനകത്ത് ഒരുപാട് പാർട്ടിക്കിൾസ് ഉണ്ട് അല്ലെ. അതിന്റെ പ്രത്യേകത എന്താ? ആ പാർട്ടിക്കിൾസ് തമ്മിലുള്ള ദൂരം എപ്പോഴും ഒരു കോൺസ്റ്റന്റ് ആയിരിക്കും അല്ലെ. സപ്പോസ് RI എന്ന് പറയുന്ന ഒരു പൊസിഷൻ ഓഫ് എൻ പർട്ടിക്കുലർ ഓബ്ജക്റ്റ് ആണെന്ന് വിചാരിക്കുക. ഈ I ക്യാൻ ബി റൺ ഫ്രം 1 to n. എത്ര നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ഉണ്ടോ അത്രയും റണ്ണിങ് ഫാക്ടർ നമുക്ക് ഐക്ക് കൊടുക്കാം, I എന്ന് പറയുന്നതിനും. ഇനി മറ്റ് ഒരു jth പാർട്ടിക്കിൾ എടുത്തു എന്ന് വിചാരിക്കുക, J മീൻസ് ഇറ്റ് ഈസ് ഓൾസോ എ റണ്ണിങ് ഫാക്ടർ. സോ ബോഡി റിജിഡ് ആണ് എങ്കിൽ ഈ പാർട്ടിക്കിൾസ് തമ്മിലുള്ള ദൂരം മാറില്ല. ബട്ട് ഗ്യാസ് മോളിക്യൂൾസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് നോട്ട് എ റിജിഡ് ബോഡി. അപ്പൊ നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല രണ്ട് മോളിക്യൂൾസ് തമ്മിലുള്ള ഡിസ്റ്റൻസ് എപ്പോഴും കോൺസ്റ്റന്റ് ആയിരിക്കണമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ബട്ട് ഫോർ എ സോളിഡ് ഓർ റിജിഡ് ബോഡി വി ക്യാൻ സേ ദാറ്റ് എന്താണ്, the distance between any two particles in that body will be a constant. So that is the constraint imposed on that rigid body. And the equation of constraint can be represented as എങ്ങനെ represent ചെയ്യാം? Ri minus Rj is equal to Cij. നമ്മൾ നേരത്തെ R is equal to A എന്ന് എടുത്തില്ലേ, പക്ഷെ ഇവിടെ എന്താണ്, രണ്ടെണ്ണത്തിന്റെ പൊസിഷൻ ആണ്, അതായത് അത് രണ്ട് പാർട്ടിക്കിൾസ് ഇടയ്ക്കുള്ള ദൂരം. അപ്പൊ ഫസ്റ്റ് പാർട്ടിക്കിളിന്റെ പൊസിഷൻ വെക്ടർ Riയും സെക്കൻഡ് പാർട്ടിക്കിളിന്റെ പൊസിഷൻ വെക്ടർ Rjയും ആണ് എങ്കിൽ Ri മൈനസ് Rj ഷുഡ് ബി ഈക്വൽ ടു Cij എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റന്റ് ആണ് എങ്കിൽ അതിനെ ഒരു ഹോളോണോമിക് കൺസ്ട്രെയിൻ ആയിട്ട്, ബിക്കോസ് ഈക്വാളിറ്റി ഉള്ളത് കൊണ്ട് അതിനെ ഒരു ഹോളോണോമിക് കൺസ്ട്രെയിൻ ആയിട്ട് നമുക്ക് പറയാം. ഇതൊരു 3 ഡയമെൻഷനിൽ ആയിരുന്നുവെങ്കിൽ പൊസിഷൻ വെക്ടറിനെ എങ്ങനെ കണ്ടുപിടിക്കും? xi yi ആൻഡ് zj is the position vector of ith particle, and xj, yj and zj are the position vector of എന്താണ്, പൊസിഷൻ വെക്ടർ ഓഫ് jth particle. then എന്താ സംഭവിക്കാം? jth particle then നമുക്കറിയാം xi minus xj plus yi minus yj plus zi minus zj the whole square is equal to c square ij. xi minus xj the whole square plus yi minus yj the whole square plus zi minus zj the whole square is equal to cij the whole square. So this is a holonomic and a scleronomic. Why it is scleronomic? Because it is independent of time. Time ഒന്നും ഇതിനകത്ത് വന്നിട്ടില്ല. So it is scleronomic. Time വന്നിരുന്നെങ്കിൽ അത് റിനോണോമസ് ആവുമായിരുന്നു. ഇനി എക്സാമ്പിൾ ഫോർ അഗെയിൻ ഹോളോണോമിക് ആണ് എങ്കിൽ സിമ്പിൾ പെൻഡുലത്തിന്റെ. സിമ്പിൾ പെൻഡുലം നമുക്കറിയാം എന്താണ് അവിടുത്തെ കൺസ്ട്രെയിൻ എന്ന് പറയുന്നത്. പോയിന്റ് ഓഫ് സസ്പെൻഷനിൽ നിന്നും ആ ബോബ് വരെയുള്ള ദൂരം എന്ന് പറയുന്നത് എപ്പോഴും L എന്ന് പറയുന്ന ലെങ്ത് ഓഫ് ദ പെൻഡുലം ആയിരിക്കും. ആൻഡ് ദ ഓൺലി കോർഡിനേറ്റ് നീഡ് ഹിയർ ടു എക്സ്പ്രസ് ദ മോഷൻ ഈസ് ആംഗിൾ തീറ്റ. പോയിന്റ് ഓഫ് സസ്പെൻഷനിൽ നിന്നും ഇക്വിലിബ്രിയം പൊസിഷൻ ഇടയ്ക്കും ഇപ്പോഴുള്ള പൊസിഷനും ഇടയ്ക്കുള്ള ആംഗിൾ തീറ്റ മാത്രമാണ് ഇവിടുത്തെ എന്താണ് കോർഡിനേറ്റ് എന്ന് പറയുന്നത്. സോ ഡിഗ്രി ഓഫ് ഫ്രീഡം ഈസ് 1. So R is equal to L എന്ന് പറയുന്നതാണ് അവിടുത്തെ കൺസ്ട്രെയിൻ, ആൻഡ് ഹെൻസ് ഇറ്റ് ഈസ് എ ഹോളോണോമിക് ആൻഡ് സ്ക്ലെറോണോമസ് കൺസ്ട്രെയിൻ. ഓക്കെ,
ദെൻ റോളിംഗ് ഡിസ്ക്, അതെന്തിന് എക്സാമ്പിളാണ്? നോൺ ഹോളോണോമിക്കിന് എക്സാമ്പിളാണ് ഈ റോളിംഗ് ഡിസ്ക് എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു സി ഡി ഇല്ലേ, ആ സി ഡി എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ആ സി ഡി എടുത്തിട്ട് നമ്മളൊരു ചരിഞ്ഞ പ്രതലത്തിലൂടെ റോള് ചെയ്യാനായിട്ട് അനുവദിക്കുമ്പോൾ എന്താ സംഭവിക്കുക? നമുക്കറിയാം, അതിൻ്റെ ഒരു ചരിവ് ആയിട്ട് ആ കർവിലീനിയർ സ്പേസ് ഓഫ് ദ ഡിസ്ക്, ആ ഡിസ്ക് എപ്പോഴും അതിൻ്റെ പ്ലെയിൻ വെർട്ടിക്കലായിട്ട് നിൽക്കുന്നു എന്ന് സപ്പോസ് ചെയ്യുന്നു നമ്മൾ. അന്നേരം എന്താ സംഭവിക്കുക? അത് ആ വെർട്ടിക്കൽ ലൈനുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിളാണ് തീറ്റ എന്ന് പറയുന്നത്. ആക്ച്വലി ഇറ്റ് ഈസ് നോട്ട് തീറ്റ, ഇറ്റ് ഈസ് 90 മൈനസ് തീറ്റ. അത് നിങ്ങൾക്ക് ഫിഗർ കാണുമ്പോൾ മനസ്സിലാവും. 1 സെക്കൻഡ്. So this is non-holonomic constraint. Non-holonomic constraint ആണ് എക്സാമ്പിൾ ആണ് നമ്മൾ പറയാൻ പോകുന്നത് റോളിംഗ് ഡിസ്ക്. അപ്പോൾ ഈ ഹോളോണോമിക്കിന്റെ ഏതൊരു എന്താണ് ഗ്രീക്ക് വേർഡാണ്. ഹോളോസ് എന്ന് പറഞ്ഞാൽ ഇൻഡിജർ എന്നർത്ഥം. ഇൻഡിജർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻഡിജർ ഹോൾ ഓർ ഇന്റഗ്രബിൾ എന്നാണ് അർത്ഥം. അതായത് ഇന്റഗ്രേറ്റ് ചെയ്യാവുന്ന എന്താണ് ഒരു ഇക്വേഷൻ ആണ് എങ്കിൽ അതിനെ നമ്മൾ ഹോളോണോമിക് എന്നും, നോൺ ഹോളോണോമിക് ആണെങ്കിൽ അതിനെ നോൺ ഇന്റഗ്രബിൾ ആണ് എന്നും നമുക്ക് പറയാം. അപ്പോൾ ഒരു ഇക്വേഷൻ കണ്ടിട്ട് ഹോളോണോമിക് ആണോ നോൺ ഹോളോണോമിക് ആണോ എന്ന് തിരിച്ചറിയാൻ വേണ്ടിയിട്ട് നമ്മൾ അതിനെ ഇന്റഗ്രേറ്റ് ചെയ്യാനായിട്ട് പറ്റുമോ എന്ന് നോക്കിയാലും മതി. ഇന്റഗ്രേറ്റ് ചെയ്യാൻ പറ്റിയില്ല എങ്കിൽ ദാറ്റ് ഈസ് നോൺ ഹോളോണോമിക്, ആൻഡ് ഇന്റഗ്രേറ്റ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ ഇറ്റ് ഈസ് എ ഹോളോണോമിക്. അപ്പോൾ ഇതാ നോക്കി, ഇതൊരു ഡിസ്ക് ആണ്. ആ ഡിസ്കിന്റെ റേഡിയസ് ആണ് എ എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് മേക്കിംഗ് ആംഗിൾ ഫൈ വിത്ത് ദ പ്ലെയിൻ ഓഫ് ദ ഫൈ, അതിന്റെ പ്ലെയിനുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിളാണ് ഫൈ എന്ന് പറയുന്നത്. ഇത് ഈ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഉരുണ്ടാണ് താഴേക്ക് വരുന്നത്. അതിൻ്റെ ഇടയ്ക്കുള്ള ആംഗിൾ എന്ന് പറയുന്നത് 90 മൈനസ് തീറ്റയാണ്. ബിക്കോസ് ഈ ഒരു പർട്ടിക്കുലർ ആംഗിൾ എന്ന് പറയുന്നത് 90 ആണ്. ഈ ഇടയ്ക്ക് ഈ കാണുന്നത് 90 മൈനസ് തീറ്റയാണ്. സോ ആൾട്ടർനേറ്റ് ഇന്റീരിയർ ഓപ്പോസിറ്റ് ആംഗിൾസ് ആർ ദ സെയിം. സോ ഈ ചരിവാണ് ഈ 90 മൈനസ് തീറ്റ ആയിട്ട് പറഞ്ഞേക്കുന്നത്. സോ ഈ ഡിസ്കിന്റെ കർവിലീനിയർ പോർഷനാണ് ഈ വെർട്ടിക്കലുമായിട്ട്, ഈ വെലോസിറ്റിയുടെ ഡയറക്ഷനുമായിട്ട് 90 മൈനസ് തീറ്റ ഉണ്ടാക്കിയേക്കുന്നത്. സോ വെലോസിറ്റിയുടെ ഡയറക്ഷൻ കാണിച്ചിട്ടുണ്ട്. സോ വെലോസിറ്റിയെ നമുക്ക് എക്സ് ആക്സിസിലേക്കും വൈ ആക്സിസിലേക്കും പ്രൊജക്റ്റ് ചെയ്യാം. ഇതാണ് വൈ ആക്സിസ്. അപ്പോൾ ദിസ് ഈസ് എക്സ് ആക്സിസ്. എക്സ് ആക്സിസിലേക്കും പ്രൊജക്റ്റ് ചെയ്യാം, വൈ ആക്സിസിലേക്കും പ്രൊജക്റ്റ് ചെയ്യാം. എക്സ് ആക്സിസിലേക്ക് പ്രൊജക്റ്റ് ചെയ്താൽ അതിനെ നമുക്ക് എന്താണ് വി സൈൻ തീറ്റ എന്ന് നമുക്ക് എടുക്കാം. സോ എഗെയിൻ ആദ്യം നമ്മളൊന്ന് പറഞ്ഞോട്ടെ, വി എന്ന് പറയുന്നത് വെലോസിറ്റി ആണ് എങ്കിൽ നമുക്ക് ആർ ഒമേഗയാണ് അല്ലേ. ആർ ഒമേഗ എന്ന് പറഞ്ഞാൽ ആറ് ഇതിന്റെ റേഡിയസ് ആണ്. അപ്പം എ ഒമേഗ, ഒമേഗ എന്ന് പറയുന്നത് എന്താണ്? ആംഗുലർ ഡിസ്പ്ലേസ്മെന്റിന്റെ ഫസ്റ്റ് ഡെറിവേറ്റീവ് ആണ്. അപ്പോൾ ഇവിടെ ആംഗുലർ ഡിസ്പ്ലേസ്മെന്റ് ഫൈ എന്നെടുത്താൽ അതിന്റെ ഫസ്റ്റ് ഡെറിവേറ്റീവ് എന്നുള്ള ഫോമിൽ നമ്മൾ മുകളിലേക്ക് ഒരു ഡോട്ട് ഇട്ടാണ് അതിനെ റെപ്രസെന്റേറ്റ് ചെയ്യുക. ഫൈ ഡോട്ട് എന്നാണ് വായിക്കുന്നത്. ഫൈ ഡോട്ട് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം d∅/dt എന്നാണ്. സോ എ ഒമേഗയ്ക്ക് പകരം നമ്മൾ a × d∅/dt എന്ന് എഴുതാം. ഓക്കെ, അത് ഇക്വേഷൻ നമ്പർ 1 ആയിട്ട് പുട്ട് ചെയ്യുക. നേരത്തെ പറഞ്ഞതുപോലെ വെലോസിറ്റിയുടെ എക്സ് കമ്പോണന്റ് എടുക്കുന്നു. അതായത് പ്രൊജക്ഷൻ ഓഫ് ദിസ് വെലോസിറ്റി ഓവർ എക്സ് ആക്സിസ് ഈസ് വി സൈൻ തീറ്റ ആൻഡ് എലോങ് വൈ ആക്സിസ്. എലോങ് വൈ ആക്സിസ് എന്ന് പറയുമ്പോൾ നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ടത് വൈ ആക്സിസിന്റെ പോസിറ്റീവ് ഡിറക്ഷൻ മുകളിലേക്കാണ്. സോ വി ആർ പ്രൊജക്ടിങ് ദിസ് വെലോസിറ്റി ഓൺ ദ നെഗറ്റീവ് ഡിറക്ഷൻ ഓഫ് വൈ ആക്സിസ്. അതുകൊണ്ടാണ് അവിടെ മൈനസ് വി കോസ് തീറ്റ എന്ന് വന്നേക്കുന്നത്. വൈ കമ്പോണന്റ് മൈനസ് വി കോസ് തീറ്റ എന്ന് വരാൻ കാരണം അതാണ്. ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു? dx/dt കാണുന്നു. ദാറ്റ് ഈസ് വി സൈൻ തീറ്റ. ഈ വിക്ക് പകരം നമ്മൾ a × d∅/dt സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. സോ dx/dt a × d∅/dt × സൈൻ തീറ്റ കിട്ടും. dy/dt ഈസ് ഈക്വൽ ടു മൈനസ് a × d∅/dt കോസ് തീറ്റ. സോ ഇതിനെ നമുക്ക് dt ക്യാൻസൽ ചെയ്ത് കളഞ്ഞാൽ dx മൈനസ് a ആക്ച്വലി പിന്നെ അതിനെ നമുക്ക് എങ്ങനെ എഴുതാം? which can be written as dx minus a sin theta into d phi is equal to 0 or dy plus a sin theta
d5 is equal to 0. It is not integrable അല്ലേ? അപ്പോൾ അങ്ങനെ നോക്കിയാൽ വൈയിൽ തീറ്റയിൽ ഫൈയിൽ ഒക്കെയാണ് കിടക്കുന്നത്. സോ ഇറ്റ് ഈസ് നോട്ട് ഇൻ്റഗ്രബിൾ. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് എന്തിന് എക്സാമ്പിളാണ്? ഒരു നോൺ ഹോളോണോമിക് കൺസ്ട്രൈൻറ്റിന് എക്സാമ്പിളാണ് ഈ മോഷൻ എന്ന് പറയുന്നത്. ഓക്കെ, താങ്ക് യു ഓൾ ഓഫ് യു.